ഹൈ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് സിലബസിലുള്ള സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ളത് 29th ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ബയോമോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ചൊക്കെ ബയോളജിയിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവണം. സോ നമ്മുടെ ലൈഫിന്റെ ബേസ് തന്നെ ഫോം ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്താ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് ഇത് പഠിക്കുന്നത്. So they are the organic compounds which form the basis of life. Lifeന്റെ ബേസിസ് ഫോം ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ബയോമോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ലിവിങ് സിസ്റ്റം എല്ലാം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ബയോമോളിക്യൂൾസ് വെച്ചിട്ടാണ്. അതുപോലെ നമുക്ക് ഗ്രോത്ത്, നമുക്ക് വളർച്ച ഉണ്ടാവുന്നതും നമ്മുടെ സെൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മുടെ ഓർഗൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതെല്ലാം എന്ത് കാരണമാണ്? ബയോമോളിക്യൂൾസ് കാരണമാണ് നടക്കുന്നത്. സോ നമ്മൾ ഒരു ബയോമോളിക്യൂൾസിനെ എങ്ങനെ ബിൽഡ് ചെയ്തൊരു ലിവിങ് ഓർഗാനിസം ആവും എന്നുള്ളത് നമ്മൾ ഓൾറെഡി സെൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെല്ലുകൾക്കുള്ളിലെ ഓർഗനലുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ബയോമോളിക്യൂൾസ് കൊണ്ടാണ്. അപ്പൊ ഈ ബയോമോളിക്യൂൾസ് കുറെ ബയോമോളിക്യൂൾസ് പലതരത്തിൽ ചേർന്നിട്ടാണ് പല സെൽ ഓർഗനുകൾ, അല്ലെ, റൈബോസോം, മൈറ്റോകോൺട്രിയ, അങ്ങനത്തെ ന്യൂക്ലിയസ്, അങ്ങനെ പല സെൽ ഓർഗനലുകൾ ബയോമോളിക്യൂൾസ് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ആ ഓർഗനലുകൾ ചേർന്നിട്ടാണ് സെല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. സെൽസ് കുറെ ചേർന്നിട്ടാണ്, കുറെ ടൈപ്പ് ഓഫ് സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂസ് ആവുന്നത്. പല ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ചേർന്നിട്ട് അതായത് പല ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് പല ഷേപ്പ്, പല സ്ട്രക്ചർ, പല ഫംഗ്ഷൻ, ഒരേപോലത്തെ ഫംഗ്ഷൻ ഉള്ളവർ ഒരു ടൈപ്പ് ഓഫ് സെൽസ് ഒരു ഫോം ഓഫ് ടിഷ്യൂ ആവുന്നു. അങ്ങനെ പല ടൈപ്പ് ഓഫ് ടിഷ്യൂസിൽ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്നവർ ഒരു ഓർഗനായിട്ട് മാറുന്നു. അങ്ങനെ എല്ലാ ഓർഗൻസും കൂടെ ചേർന്നിട്ടാണ് ഒരു ലിവിങ് ഓർഗാനിസം ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബയോമോളിക്യൂളാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ഓർ ദ കോമ്പൗണ്ട്സ് വിച്ച് പ്രൊഡ്യൂസ് ദീസ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ കീറ്റോൺസ്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ആൽഡിഹൈഡുകളോ കീറ്റോൺസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്, ലൈക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് തരും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ എന്തുണ്ട്? സിമ്പിളും ഉണ്ട്, കോംപ്ലക്സും ഉണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? പല ഷുഗേഴ്സ് ചേർന്നിട്ടായിരിക്കും. ഓക്കെ, പല എന്താണ് മോളിക്യൂൾസ് ഓഫ് ഷുഗേഴ്സ് ചേർന്നിട്ടുള്ളതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കോംപ്ലക്സിനകത്ത് എന്തൊക്കെയുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്, ഗ്ലൈക്കജൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, സ്റ്റാർച്ച്, ഗ്ലൈക്കജൻ, ഫൈബർ ഒക്കെ. സിമ്പിളിനകത്ത് എന്തൊക്കെ വരും? മോണോസാക്രൈഡ്സ് വരും, ഡൈസാക്രൈഡ്സ് വരും. മോണോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഷുഗറേ വരും. ഡൈസാക്രൈഡ്സ് പറയുമ്പോൾ എന്താണ്? ഡൈ എന്ന് പറയുമ്പോൾ തന്നെ ടു അല്ലേ, രണ്ട് ഷുഗേഴ്സ് വരുന്നതാണ്. അതിന്റെ മെനി ആണ്, ഒരുപാട് എണ്ണം വരുന്നതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഫൈബർ ഒക്കെ. ഓക്കെ, മോണോസാക്രൈഡ്സിനകത്തിലാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് വരും. മോണോസാക്രൈഡ്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആണ്. ഡൈസാക്രൈഡ്സ് ഏതൊക്കെയാണ്? മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ് ആണ് ഡൈസാക്രൈഡ്സ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മോണോസാക്രൈഡ്സ്, those carbohydrates which cannot be hydrolyzed into further simple carbohydrates. Okay, അപ്പൊ വൺ ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കാർബോഹൈഡ്രേറ്റ്സിന് എന്താണ്? വീണ്ടും നമ്മൾ ഹൈഡ്രോളൈസ്ഡ് ചെയ്തിട്ട് ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റാൻ പറ്റത്തില്ല. അവരാണ് ഏറ്റവും ചെറിയ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഓക്കെ, അവരെ നമുക്ക് വീണ്ടും നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് വിച്ച് പ്രൊഡ്യൂസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ്, അല്ലെ, വിച്ച് പ്രൊഡ്യൂസ് ഓൺ ഹൈഡ്രോളിസിസ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കോമ്പൗണ്ടുകളെ വീണ്ടും നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ വേണം നമ്മൾ എന്ത് പറയുന്നത്? മോണോസാക്രൈഡ്സ് പറയുന്നത്. സോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്താണ്? മോണോസാക്രൈഡ്സ് ആണ്. ഡൈസാക്രൈഡ്സ് എന്താണ്? ദോസ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് പ്രൊഡ്യൂസസ് ടു മോണോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്താൽ വീണ്ടും എന്താണ്? സിമ്പിൾ ആക്കാം, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആക്കാം. അങ്ങനെ രണ്ട് മോണോസാക്രൈഡ്സ് ആയിട്ട് നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് സൂക്രോസ്, മൾട്ടോസ്, ലാക്ടോസ് അല്ലെ, അത് നമ്മൾ എക്സാമ്പിൾസിനകത്ത് കണ്ടു. ഒളിഗോസാക്രൈഡ്സ് എന്താണ്? ഒളിഗോസാക്രൈഡ്സ്, ദോസ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗിവ് 2 to 10 മോണോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പം രണ്ടെണ്ണം തരുന്നവർ ഡൈസാക്രൈഡ്സ് ആണ്. ഓക്കെ, ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ 2 മുതൽ 10 വരെ മോണോസാക്രൈഡ്സിനെ തരാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇനി പോളിസാക്രൈഡ്സ് എന്താണ്? Those carbohydrates which on hydrolysis give larger number of monosaccharides. Okay, ലൈക്ക് എന്താണ്? 10ലും കൂടുതലൊക്കെ തരാൻ
കഴിവുള്ളവയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡൈ ആണെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം തരും. അത് ഒളിഗോ ആണെങ്കിൽ എന്താണ് 2 മുതൽ 10 വരെയുള്ള മോണോസാക്രൈഡ്സിന് തരാൻ പറ്റും. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സിന് തരാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിസാക്രൈഡ്സ്. ഓക്കെ, അപ്പൊ അത് എന്താണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഓക്കെ, കോംപ്ലക്സ് ഇതിനകത്തിലാണ് ഇത് വരുന്നത്. ഇനി മോണോസാക്രൈഡ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഫിഷർ സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ഫിഷർ സ്ട്രക്ചർ ഗ്ലൂക്കോസ് ഹാസ് ഡീ കോൺഫിഗറേഷൻ. ഒരു ഡീ കോൺഫിഗറേഷൻ പറയും നമ്മൾ. ഗ്ലൂക്കോസിന്റെ ഒരു സ്ട്രക്ചറാണ് ഒരു ഡി എന്ന് പറയുന്നത്. ഇപ്പം ഒരു ആൽഡിഹൈഡ് CHO ഉണ്ട്, കണ്ടോ, CHOH, CHOH, അതേപോലെ CHOHന്റെ 4 ടൈപ്പ് അങ്ങനത്തെ വരുന്നുണ്ട്. ലാസ്റ്റിൽ ഒരു CH2OH വരുന്നുണ്ട്. സോ ഡി മീൻസ് എന്താണ്? OH ഗ്രൂപ്പ് ഓൺ ഫസ്റ്റ് കൈറൽ. ഇത് കൈറൽ നമ്മൾ പറയും. ഓക്കെ, ഫസ്റ്റ് കൈറൽ സി ഫ്രം ദ ബോട്ടം ഈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ്. ഓക്കെ, ഇപ്പം ഒരു കൈറലിൽ ആദ്യത്തെ കാർബണയിലുള്ള OH ഗ്രൂപ്പ് എന്താണ്, റൈറ്റ് സൈഡിലായിരിക്കും. ആൻഡ് പ്ലസ് മീൻസ് ഇറ്റ് ഈസ് ഡെക്സ്ട്രോ റൊട്ടറി. പ്ലസ് സൈൻ നമ്മൾ എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അത് ഡെക്സ്ട്രോ റൊട്ടറി ആണെന്ന് മനസ്സിലാക്കിക്കാൻ. അതായത് എന്താണ്, ഇറ്റ് റൊട്ടേറ്റ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് റൈറ്റ്. ഡെക്സ്ട്രോ റൊട്ടറി മീൻസ് എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ റൈറ്റ് സൈഡിലോട്ട് എന്താണ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിവുള്ളവയെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെക്സ്ട്രോ റൊട്ടറി എന്ന് പറയുന്നത്. സോ ഡി നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് കൈറൽ സി, അതായത് ബോട്ടത്തിൽ നിന്ന് ഫസ്റ്റ് കൈറൽ സി ഏതാണോ വരുന്നത് അതിൽ എന്താണ് OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. അതേപോലെ തന്നെ പ്ലസ് സൈൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഡെക്സ്ട്രോ റൊട്ടറി ആണ്. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ അത് റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യിക്കും. ഇനി ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ്. സ്വീറ്റ് ടേസ്റ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഷുഗർ എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്തൊക്കെയാണ്? ദോസ് വിച്ച് റെഡ്യൂസ് ഫില്ലിങ്സ് ഓർ ടോളറൻസ് റീജിയൻ. ഓക്കെ, ഫില്ലിങ്സ് ഓർ ടോളറൻസ് റീജിയൻ, അത് രണ്ടും നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ് ഇതൊക്കെയാണെന്നുള്ളത്. ടോളറൻസ് റീജിയനും ഫില്ലിങ്സ് റീജിയനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫില്ലിങ്സ് റീജിയന്റെയും അല്ലെങ്കിൽ ടോളറൻസ് റീജിയന്റെയും ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതൊക്കെയാണ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഫിലിംസ് റീജിയന്റെയും ടോളറൻസ് റീജിയന്റെയും ഒക്കെ എന്താണ്, റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. എന്തുകൊണ്ടാണ് അത് റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്? അവർക്ക് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആയിട്ടുള്ള അതുകൊണ്ട് എന്താണ്, ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഗാലക്ടോസിനും ഒക്കെ എന്തുണ്ട്, ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് CHO ഉണ്ടല്ലേ. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഫിലിംസ് റീജിയൻ, ടോളറൻസ് റീജിയൻ പോലുള്ളവ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്താണ്? ഈ ഫിലിംസ് റീജിയന്റെയോ ടോളറൻസ് റീജിയന്റെയോ ഒന്നും എന്താണ്, അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിവില്ല. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല. അത് സൂക്രോസ് ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഷുഗർ നമ്മൾ എന്താന്ന് പറഞ്ഞു അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആണ്. പിന്നെ ഗ്ലൂക്കോസ് എന്താണ്? ഇറ്റ് ഇസ് എ മോണോസാക്രൈഡ് വിത്ത് മോളിക്കുലർ ഫോർമുല C6H12O6. ഓൾറെഡി നമ്മൾ ഗ്ലൂക്കോസ് എന്തിലാണ് പഠിച്ചത്? മോണോസാക്രൈഡിന്റെ എക്സാമ്പിൾ ആയിട്ടാണല്ലോ പഠിച്ചത്. സോ ഗ്ലൂക്കോസ് എന്താണ്, ഒരു മോണോസാക്രൈഡ് ആണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C6H12O6 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാം. അതായത് ഗ്ലൂക്കോസിനെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നിർമ്മിക്കാം എന്നുള്ളതാണ്. സൂക്രോസിൽ നിന്നും. ഓക്കെ, സൂക്രോസ് എന്താണ്? ഒരു ഡൈസാക്രൈഡ് ആണ്. ആ സൂക്രോസിൽ നിന്നും നമ്മൾ എന്താണ്, ഗ്ലൂക്കോസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്ലൂക്കോസിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഫ്രക്ടോസിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഫ്രക്ടോസ് എന്താണ്, ഒരു മോണോസാക്രൈഡ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സൂക്രോസിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് അത് രണ്ടായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത്. അതുപോലെ തന്നെ സ്റ്റാർച്ച് എന്താണ്, ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൽ നിന്നും എന്താണ്, നമുക്ക് NH2O, നമുക്ക് വാട്ടർ അധികം കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്നും ഗ്ലൂക്കോസ് നമുക്ക് എൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. സോ ഗ്ലൂക്കോസ് എന്താണ്, HI റിയാക്ട് ചെയ്യും. അപ്പൊ N-ഹെക്സൈൻ നമുക്ക് തരുന്നത്. NH2OH റിയാക്ട് ചെയ്താൽ ഗ്ലൂക്കോസ് ഓക്സൈം ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ Br2 WaH6. ഓക്കെ, Br2WH6 കണ്ടോ. അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡ് ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. HNO3 നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സാക്കറിക് ആസിഡ് ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ CH3CO അതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഗ്ലൂക്കോസ് പെൻഡാസിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. HCN അതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് സൈനോഹൈഡ്രേറ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഗ്ലൂക്കോസ് എന്താണ്, പല പ്രോഡക്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഏത് പ്രോഡക്റ്റ് ആണ് എൻഡിൽ കിട്ടുന്നത് എന്നുള്ളതിന്റെ റിയാക്ഷൻസ് ആണ് ഗ്ലൂക്കോസിന്റെ. ഒബ്ജെക്ഷൻസ് അഗെയിൻസ്റ്റ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഒബ്ജെക്ഷൻസ് മീൻസ് എന്താണ്, അതിന്റെ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എതിരായിട്ട് വന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണ് എന്നുള്ളതിനെ എതിർക്കുന്ന ഒബ്ജെക്ഷൻസ്, എതിർക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്.
So open chain structure was unable to explain the following reactions. അപ്പം ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്ലൂക്കോസിന്റെ മറ്റ് ചില റിയാക്ഷൻസിനെ എന്താണ് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താണ് ആ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെതിരെ ഒരു ഒബ്ജക്ഷൻ വന്നു. ഓക്കെ, അതിനെതിരെ ഒരു എതിർപ്പ് വന്നു. സോ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല? ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദ 2,4-DNP ടെസ്റ്റ്, ഷിഫ്റ്റ് ടെസ്റ്റ്, ആൻഡ് ഡസ് നോട്ട് ഫോം ദ ഹൈഡ്രജൻ സൾഫേറ്റ് പ്രോഡക്റ്റ് വിത്ത് NaHSO3. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണെങ്കിൽ അതെന്ത് തരുന്നില്ല? 2,4-DNP ടെസ്റ്റ് തരുന്നില്ല. 2,4-DNP ടെസ്റ്റിന്റെ എന്താണ് റിസൾട്ട് നമുക്ക് അതേപോലെ കിട്ടുന്നില്ല. ബട്ട് ഗ്ലൂക്കോസ് ആണെങ്കിൽ നമുക്ക് അതിന് അങ്ങനെ റിസൾട്ട് കിട്ടുകയാണ്. ഷിഫ്റ്റ് ടെസ്റ്റിന്റെ ഇത് തരുന്നില്ല. അതേപോലെ തന്നെ എന്താണ് NaHSO3 റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് തരണം. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല? ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെതിരെ വന്ന ഫസ്റ്റ് ഒബ്ജക്ഷൻ വേർഡ്. പിന്നെ പെന്റാസിറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് അല്ലെ, പെന്റാസിറ്റേറ്റ് ഗ്ലൂക്കോസ് പെന്റാസിറ്റേറ്റ് ഫോം ചെയ്ത് നമ്മൾ കണ്ടു. It does not react with the NH2OH, indicating the absence of free aldehyde group. Okay, അപ്പം എന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ആബ്സെൻസ് ആണ് അവിടെ കാണിക്കുന്നത്. NH2OH റിയാക്ട് ചെയ്യുന്ന എന്താണ് ഇത് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ് അതൊരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ആബ്സെൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഗ്ലൂക്കോസിനകത്ത് എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ഇൻ 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോം. 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോംസിലാണ് ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ആൽഫ ഫോം ഉണ്ട്, ഒന്ന് ബീറ്റ ഫോം ഉണ്ട്. ഇവരെ നമ്മൾ എന്താ പറയുന്നത്? അനോമേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ഡിഫറെന്റ് ഫോമിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അനോമേഴ്സ് എന്ന് പറയാറുണ്ട്. ദേ ഡിഫർ ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, ദേ ഓൾസോ ഡിഫർ ഇൻ മെൽറ്റിംഗ് പോയിന്റ്. അവർ ഒപ്റ്റിക്കൽ റൊട്ടേഷനും അതേപോലെ എന്താണ് ഈ ആൽഫയും ബീറ്റയും ഫോം ഓഫ് ഗ്ലൂക്കോസ് എന്താണ് ക്രിസ്റ്റലൈൻ ഫോം എന്താണ് ഒപ്റ്റിക്കൽ റൊട്ടേഷനും അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് അവർക്ക് തമ്മിലുണ്ട്. അതേപോലെ തന്നെ ആഫ്റ്റർ വിച്ച് ക്ലോസ് ചെയിൻ അല്ലെങ്കിൽ ഒരു സൈക്ലിക് ചെയിൻ, മറ്റേ നമ്മൾ ഓപ്പൺ സ്ട്രക്ചറിലെ പറഞ്ഞത് ഒരു ക്ലോസ് ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആരാ പ്രപ്പോസ് ചെയ്തത്? ഹാവർത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിനൊരു ക്ലോസ് ചെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സൈക്ലിക് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. അതായത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് ഈ ഗ്ലൂക്കോസിന്റെ ഒന്നും ഇങ്ങനത്തെ റിയാക്ഷൻസോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻസ് തന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പിന്നീട് ഹാവർത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്താണ് ഒരു ക്ലോസ് ചെയിൻ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. സോ അനോമേഴ്സ് ആർ ഐസോമേഴ്സ് വിച്ച് ഹാവ് എ ഡിഫറെന്റ് കോൺഫിഗറേഷൻ അറ്റ് C1 ഫങ്ഷണൽ ഗ്രൂപ്പ് C. അപ്പം ഫസ്റ്റ് കാർബൺ ആറ്റം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ C1 ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബൺ ആറ്റത്തിൽ എന്താണ് അവർക്കൊരു ഡിഫറെന്റ് കോൺഫിഗറേഷൻ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഐസോമേഴ്സിനെയാണ് നമ്മൾ ഇത് പറഞ്ഞത് അനോമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മൾ ആൽഫ ബീറ്റ ഫോം പറഞ്ഞു, അതെന്താണ്? അനോമേഴ്സ് ആണ്. അവർക്ക് C1 ഫങ്ഷണൽ ഗ്രൂപ്പ് C ആറ്റത്തിനായിരിക്കും എന്ത് വരുന്നത്? അവർക്കൊരു ഡിഫറെന്റ് കോൺഫിഗറേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ട്. ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ത്രൂ ഓക്സിജൻ ഈസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ അവർക്ക് എന്താണ് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, അപ്പം എന്താണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവര് രണ്ടും എന്താണ് മോണോസാക്രൈഡ്സ് ആണല്ലേ. അപ്പൊ ആ മോണോസാക്രൈഡ്സ് രണ്ടെണ്ണം തമ്മിൽ എന്താണ് 2 യൂണിറ്റ് തമ്മിൽ ഓക്സിജൻ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? കാർബോഹൈഡ്രേറ്റ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്താണ്? മൈക്രോ മോളിക്യൂൾസ് ആണ്. ഓക്കെ, അമിനോ ആസിഡ്സ് ആണ് അവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അമിനോ ആസിഡുകൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. അപ്പൊ പ്രോട്ടീൻ മാക്രോ മോളിക്യൂൾ ആണ്. എന്ത് ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്? അമിനോ ആസിഡുകൾ ജോയിൻഡ് ബൈ അമൈഡ് ലിങ്കേജ്. അപ്പൊ നേരത്തെ നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇടയ്ക്ക് തമ്മിലായിട്ടുള്ളത്. അതേപോലെ തന്നെ അമൈഡ് ലിങ്കേജ് വഴി അമിനോ ആസിഡ്സ് ചേർന്നുണ്ടാവുന്ന മോളിക്യൂൾസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് ആ ഒരു അമൈഡ് ലിങ്കേജ് കാണിച്ചിട്ടുണ്ട് കണ്ടോ? CONH എന്ന് പറയുന്ന ഒരു ലിങ്കേജ് ഈസ് ഹിയർ കോൾഡ് എസ് പെപ്റ്റൈഡ് ലിങ്കേജ്. ഓക്കെ, അമൈഡ് ലിങ്കേജിനെയാണ് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് പ്രോട്ടീൻസിനകത്തുള്ള ലിങ്കേജിന് അമൈഡ് ലിങ്കേജിനെ നമ്മൾ എന്ന് പറയും പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയും. ഇവരെന്താണ്? ദീസ് ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരം വളരണമെങ്കിലും ഡെവലപ്പ് ചെയ്യണമെങ്കിലും എന്താണ് പെപ്റ്റൈഡ് ലിങ്കേജസ് വളരെ അത്യാവശ്യമാണ്. അത് ഇങ്ങനെ കമ്പൈൻ ചെയ്താണ് കൂടുതൽ എന്താണ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, ദീസ് കണ്ടെയ്ൻ ആൻ അമിനോ ആൻഡ് ആൻ അസിഡിക് ഗ്രൂപ്പ്. ഓക്കെ, അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു. അതിനകത്തിൽ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ട്, COH ഗ്രൂപ്പ് ഉണ്ട്. അതാണ് അമിനോ ആസിഡ്സ് പറയുന്നത്. ആൻഡ് ആർ ദെയർഫോർ ആംഫോട്ടറിക് ഇൻ നേച്ചർ. അപ്പൊ 2 ഗ്രൂപ്പുകൾ, അങ്ങനത്തെ 2 ഡിഫറെന്റ് ടൈപ്പ് ഗ്രൂപ്പുകൾ വരുന്നതുകൊണ്ട് അവരെ നമുക്ക് എന്തെന്ന് പറയാം? ആംഫോട്ടറിക് ആണ് നേച്ചർ എന്ന് പറയാം. 2 ഡിഫറെന്റ് ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്. ഇൻ സൊല്യൂഷൻ ദേ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് സ്വിറ്റർ അയോൺ.
ഒരു ഡൈപോളാർ അയോണിനെ നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് ഒരു ഡൈപോളാർ അയോൺ ആണ്. അപ്പം സൊല്യൂഷൻ അതിൽ അമിനോ ആസിഡ്സ് എപ്പോഴും എന്താണ് ഒരു ഡൈപോളാർ അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ടൈപ്പ് പറയാറുണ്ട്. ഫൈബ്രസ് പ്രോട്ടീൻസ് ഉണ്ട്, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് പ്രോട്ടീൻസ് ഉണ്ട്. ഇനി കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ട്, അതായത് അതിന്റെ ഉള്ളിൽ കണ്ടൻസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് പറയാറുണ്ട്. ഒന്ന് സിമ്പിൾ പ്രോട്ടീനും ഉണ്ട്, കോൺജുഗേറ്റഡ് പ്രോട്ടീനും ഉണ്ട്. സിമ്പിൾ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻസ്, ഗ്ലോബുലിൻസ്, ഹിസ്റ്റോൺസ്, സ്ക്ലീറോ പ്രോട്ടീൻ, ഇതൊക്കെയാണ് സിമ്പിൾ പ്രോട്ടീൻസ് വരുന്നത്. കോൺജുഗേറ്റഡ് ഏതൊക്കെയാണ്? ഫോസ്ഫോ പ്രോട്ടീൻ, ഗൈക്കോ പ്രോട്ടീൻ, ന്യൂക്ലിയോ പ്രോട്ടീൻ, ക്രോമോ പ്രോട്ടീൻ, ലിപ്പോ പ്രോട്ടീൻ, ഫ്ലാവോ പ്രോട്ടീൻ. അപ്പൊ ഈ ഒരു 6 ടൈപ്പാണ് കോൺജുഗേറ്റഡ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്തൊക്കെ ബേസ്ഡ് ആണ്? സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുണ്ട്, കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഫൈബ്രസും ഗ്ലോബുലാറും ഇന്റർമീഡിയറ്റും ആണുള്ളത്. കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് സിമ്പിളും ഉണ്ട്, കോൺജുഗേറ്റഡ് ഉണ്ട്. സിമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഹിസ്റ്റോൺ, സ്ക്ലീറോ പ്രോട്ടീൻ ആണ്. കോൺജുഗേറ്റഡ് ഏതൊക്കെയാണ്? ഫോസ്ഫോ പ്രോട്ടീൻ, ഗ്ലൈക്കോ പ്രോട്ടീൻ, ന്യൂക്ലിയോ പ്രോട്ടീൻ, ക്രോമോ പ്രോട്ടീൻ, ലിപ്പോ പ്രോട്ടീൻ, ഫ്ലാവോ പ്രോട്ടീൻ. ഇത്രയുമാണ് കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. ഇനി അതിന്റെ കുറച്ച് എന്താണ് ഒരു ഗ്ലോബുലർ, അതേപോലെ തന്നെ ഫൈബ്രസ്, കോൺജുഗേറ്റഡ്. അപ്പൊ ഇത്രയും മാത്രം എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബുലാർ എന്ന് പറയുന്നത് റഫ്ലി സ്ഫെറിക്കൽ ആണ്. ഗ്ലോബ്യൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. അതേപോലെ തന്നെ കെമിക്കലി ആക്റ്റീവ് ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്, സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. എക്സാമ്പിൾ ആണ് ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകള്, എൻസൈമുകള്, ആന്റിബോഡീസ്, ഇതൊക്കെ എന്താണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, കെമിക്കലി ആക്റ്റീവ് ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്, റഫ്ലി സ്ഫെറിക്കൽ ആണ്. ഫൈബ്രസ് പ്രോട്ടീൻസ് എന്താണ്? ഫൈബേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ ലോങ് ആയിട്ടുള്ള നീളമുള്ള റെഗുലർ റിപ്പീറ്റിംഗ് ഷേപ്പ്, കെമിക്കലി സ്റ്റേബിൾ ആണ് അവരെന്താണ് വാട്ടറിൽ സോല്യൂബിൾ അല്ല. ഫൈബേഴ്സ് ഒരിക്കലും എന്തല്ല വാട്ടറിൽ സോല്യൂബിൾ അല്ല. മസിലിന്റെ പ്രോട്ടീൻസ്, അതുപോലെ തന്നെ സൈറ്റോസ്കെലറ്റന്റെ പ്രോട്ടീൻസ്, കൊളാജൻ ഫൈബേഴ്സ്, ഇതെല്ലാം എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ്. ഇനി കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? പ്രോട്ടീൻ ബോണ്ടഡ് ടു എ നോൺ പ്രോട്ടീൻ മോളിക്യൂൾ. കോൺജുഗേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒന്നിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. സോ ഒരു നോൺ പ്രോട്ടീൻ മോളിക്യൂളുമായിട്ട് ചേർന്നിരിക്കുന്ന, അതായത് പ്രോട്ടീൻ അല്ലാത്ത ഏതെങ്കിലും ഒരു മോളിക്യൂളുമായിട്ട് ചേർന്നിരിക്കുന്ന, ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനും ഗ്ലൈക്കോ പ്രോട്ടീൻസും ഒക്കെ എന്താണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ആണ് നോക്കാനായിട്ടുള്ളത്.